വഇദാ ഫറഗ. ഇനി മറ്റൊരു നിയമം. ഒരു നിയമം ഇപ്പം ഇതാണ്. ഒന്ന് പറഞ്ഞത് എല്ലാ രംഗത്തും പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. രണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ പോലും പിശാച് ഉണ്ടാകുന്ന പ്രത്യേകമായി എടുത്തു പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, ഭക്ഷണം താഴെ വീണാൽ അതിൽ പറ്റിപ്പിടിച്ച അഴുക്കൊക്കെ നീക്കിയിട്ട് അതവൻ ഭക്ഷിക്കട്ടെ. നാലാമത്തെ കാര്യം, അത് ശൈത്വാന് വേണ്ടിയൊരിക്കലും ഒഴിവാക്കി വിടരുത്. ഇനി അഞ്ചാമത് മറ്റൊരു കാര്യം, വഇദാ ഫറഗ, അവൻ വിരമിച്ചാൽ, അഥവാ ഭക്ഷണത്തിൽ നിന്ന് വിരമിച്ച, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഫറാഗ് എന്നാൽ ഫറാഗായി, ഒഴിവായി, വിരമിച്ചു. വഇദാ ഫറഗ, അവൻ വിരമിച്ചാൽ, വലാ യംസഹ് യദഹു ബിൽ മിൻദീൽ, വലാ യംസഹ്, അവൻ തുടക്കരുത്. മസഹ യംസഹ്, തുടക്കുക. വലാ യംസഹ്, അവൻ തുടക്കരുത്. യദഹു, അവൻ്റെ കയ്യ്, ബിൽ മിൻദീൽ, മിൻദീൽ നേരെ ഉപയോഗിക്കുക. ടവൽ, കർച്ചീഫ്, അതാണ് ശരിക്ക് മിൻദീൽ. ഇന്നത്തെ ഭാഷയിൽ ടിഷ്യൂ എന്നതിലും മിൻദീൽ എന്നാണ് ഉപയോഗിക്കുക. ടിഷ്യൂ പേപ്പറിൻ്റെ അയിമത്തന്നെ കാണും. ഗൾഫിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ അതിന് മിൻദീൽ എന്ന് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ടാവും. മിൻദീൽ, ടിഷ്യൂ, കർച്ചീഫ്, അത് ശരിക്ക് മിൻദീൽ. അപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആ കയ്യ് നിങ്ങൾ ഒരു കർച്ചീഫ് കൊണ്ടോ മറ്റോ ടിഷ്യൂ കൊണ്ടോ മറ്റോ ഒന്നും തുടച്ച് കളയരുത്. ഫലാ യംസഹ് വലാ യംസഹ്, മസഹ എന്നാണ് വാക്ക്. മസഹ തുടച്ചു, തോർത്തി, അതിനൊക്കെയാണ് മസഹ. സാധാരണ നമ്മൾ ബോർഡ് മായ്ക്കുന്നതിന് മസഹ ഉപയോഗിക്കാം. ഡസ്റ്റർ കൊണ്ട് ബോർഡ് മായ്ച്ചാൽ അതിന് മസഹ. മസീഹ് വാക്ക് തന്നെയാണ്. മസഹ എന്നുള്ള വാക്കുന്ന മസീഹ് എന്ന് പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. മസഹ ഇപ്പം ബോർഡൊക്കെ മായ്ക്കുന്നതിന് മസഹ എന്ന് പതിവിക്കും. ഇപ്പം ഈ ഇത് ഡസ്റ്റർ, അതിന് മസ്സാഹ് എന്ന് പറയും. മസ്സാഹ്, ഡസ്റ്റർ എന്നതിന് മായ്ച്ചു കഴിഞ്ഞതിന് മസ്സാഹ്. മസീഹ് എന്ന പദം ഈ വാക്കുന്നാണ് ഉണ്ടാകുന്നത്. മസീഹ് രണ്ട് അർത്ഥത്തിൽ ആ വാക്ക് അവിടെ ഉപയോഗിക്കപ്പെടുന്നു. ഒന്ന്, തുടച്ചു മാറ്റപ്പെട്ടവൻ എന്നർത്ഥമുണ്ട് മസീഹിന്. മസഹ, തുടച്ചു മാറ്റി എന്നതുകൊണ്ട് മസീഹ്, തുടച്ചു മാറ്റപ്പെട്ടവൻ. ഇപ്പൊ ദജ്ജാലിലേക്ക് മസീഹ് ഉപയോഗിക്കുമ്പോൾ അവിടെ അവൻ്റെ ഒരു കണ്ണ് ഇല്ലാത്തതാണ്, ഒരു കണ്ണ് കാഴ്ച ഇല്ലാന്നാണല്ലോ. അതുകൊണ്ടാണ് ദജ്ജാലിന് മസീഹ് എന്ന പദം ഉപയോഗിച്ചത് എന്നാണ് ഒരു പക്ഷം. ഇനി മസീഹിന് മറ്റൊരർത്ഥമുണ്ട്, സ്വാദിഖ്, സത്യസന്ധൻ എന്നർത്ഥമുണ്ട് മസീഹിന്. മറ്റൊരർത്ഥമുണ്ട് കാദിബ്. മസീഹ് എന്ന വാക്കിന് സത്യസന്ധൻ എന്നും അർത്ഥമുണ്ട്, വ്യാജവാദി എന്നും അർത്ഥമുണ്ട്. നേരെ വിപരീതാർത്ഥം ഉപയോഗിക്കുന്ന പദമാണ് മസീഹ്. അപ്പം ഈസാ നബിയെ പറ്റി ഈസാ മസീഹ് എന്ന് പറയുമ്പോൾ സ്വാദിഖ് എന്നർത്ഥമാണ്. ദജ്ജാലിനെ പറ്റി മസീഹ് പറയുമ്പോഴോ കാദിബ് അല്ലെങ്കിൽ കദ്ദാബ് എന്ന അർത്ഥവുമാണ്. അപ്പം മസീഹ് വിപരീതാർത്ഥങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന പദമാണ്. അറബി അങ്ങനെ ചില പദങ്ങളുണ്ട്, മുമ്പ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. കേട്ടില്ല? അത് മസ്ജിദാണ്. ഹറമ് പവിത്രത എന്നർത്ഥം. അതെ, ഹറാമോ മാത്രമേ എന്നുവെച്ചാൽ ഒരേ വാക്കിന് ഇതേ വിപരീതാർത്ഥമുള്ളത്. ഒരു അർത്ഥവും അതിന് നേരെ ഓപ്പോസിറ്റ് അർത്ഥവും ഉപയോഗിക്കുന്ന ഒറ്റപ്പദം, അതിൽപ്പെട്ട പദമാണ് ഖിസ്ത്. മുമ്പൊക്കെ പറഞ്ഞതാണ്, ബോർഡും മെയിലൊക്കെ പഠിപ്പിച്ചതാണ്. ഇപ്പം ഞാൻ മാത്രമേ എതിരുള്ളൂ. ഇപ്പോൾ ഖിസ്തിന് രണ്ടർത്ഥമുണ്ട്. ആർക്കറിയാം? ഖിസ്ത് പഠിച്ച വാക്കാണ്, പഠിച്ച വാക്കാണ്. യെസ്, അല്ല പറഞ്ഞേ. മാഷാ അല്ലാഹ്. എന്താ അർത്ഥം? നീതി. പിന്നെ ഓപ്പോസിറ്റ് അനീതി. ഖിസ്ത് എന്ന വാക്കിന് നീതി അർത്ഥമുണ്ട്, അനീതി എന്നും അർത്ഥമുണ്ട്. അമർ റബ്ബി ബിൽ ഖിസ്തി, എൻ്റെ റബ്ബ് കൽപ്പിച്ചത് നീതിയാകുന്നു. ഖിസ്ത്. വഅമ്മൽ ഖാസിത്തൂന ഫകഅലു ജഹന്നമ ഹതബ, ഖിസ്ത് കാണിക്കുന്നവർ നരകത്തിന് വിറകാകുന്നു. അവിടെ ഖിസ്തിന് അനീതി എന്നാണ് അർത്ഥം. ഒരേ വാക്കിന് വിപരീതാർത്ഥങ്ങൾ, നീതി എന്നും അനീതി എന്നും അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. അതേപോലെ വാക്കാണ് സലീം. പിന്നെ അറബികൾ പിന്നെ ഉപയോഗിച്ചു പോകുന്നതാണ്, ബേസിക്കലല്ല. സലീം എന്ന് പറഞ്ഞാൽ സുരക്ഷിതൻ, രക്ഷപ്പെട്ടവൻ എന്നാണ്. പാമ്പോ തേളോ കടിച്ചാക്ക് സലീം എന്നാണ് ഉപയോഗിക്കുക.
പാമ്പ് കടിച്ചു, അത് തേള് കുത്തി, അങ്ങനത്തെ ഒരാൾക്ക് സലീം എന്നാണ് അറബികൾ ഉപയോഗിക്കാറുള്ളത്. അതൊരു പ്രയോഗമായി ഒരു ഉപയോഗിച്ച് പോന്നാണ്. അത് കഴിച്ചതാകട്ടെ എന്ന അർത്ഥത്തിൽ ഓരത് പറഞ്ഞാണ്. ശരിക്ക് രക്ഷപ്പെട്ടവനല്ല, ഇപ്പൊ കുടുങ്ങിയവനാണ്. കടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിഷം കയറുകയാണല്ലോ. പക്ഷെ അതിന് സലീം എന്ന വാക്ക് അവർ ഉപയോഗിക്കാറുണ്ട്. അതാണ് ഒരു പിന്നെ എന്താ പറയുക, എല്ലാത്തിനും ശുഭപ്രതീക്ഷ അറിയോ, ഒരു ശുഭപ്രതീക്ഷ കൊണ്ട് ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അത് സലീം. അപ്പോൾ സലീം എന്ന് കാണും. അവിടെ അർത്ഥം വിഷമേറ്റവൻ, പാമ്പ് കടി ഏറ്റവൻ, വിഷമേറ്റവൻ, അതിന് സലീം എന്ന് അറബികൾ ഉപയോഗിച്ച് പോരാറുണ്ട്. എന്നാൽ രക്ഷപ്പെട്ടവനർത്ഥം അതിന് ഉണ്ട്. അപ്പം എന്ന പോലത്തെ വാക്കാണ് ഇവിടെ വന്ന മസഹ. സത്യം പറഞ്ഞു അർത്ഥമുണ്ട്, അല്ല കള്ളം പറഞ്ഞു എന്നും അർത്ഥമുണ്ട്. ഇവിടെ അത് രണ്ടുമല്ല. ഇവിടെ മസഹ തുടച്ചു എന്നാണ്. തുടച്ചു, മാറ്റി, നീക്കി, ഡിലീറ്റ് ചെയ്യാം. അതിനൊക്കെയാണ് ഇംസഹ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്യുന്നതിന് മസഹ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. വലാ യംസഹ്, അവൻ തുടക്കരുത്, യദഹു, അവൻ്റെ കയ്യവൻ തുടക്കരുത്, ബിൽ മിൻദീൽ, കർച്ചീഫ് കൊണ്ടവൻ തുടക്കരുത്. പിന്നെ എന്ത് വേണം? ഫൽയൽഇഖ് അസ്വാബിഅഹു, ഫൽയൽഇഖ്, ലഅഖ യൽഇഖു, ലഅഖ, ലഅഖ എന്ന ശരിക്ക് പിന്നെ നക്കുക, ഈമ്പുക എന്നൊക്കെ അർത്ഥം. ആ കയ്യവൻ നക്കി തുടക്കട്ടെ. ഫൽയൽഇഖ്, ലഅഖ, ലഅഖ യൽഇഖു, യൽഇഖു, ലഅഖ യൽഇഖു, ആ വിരലുകൾ, അസ്വാബി വിരലുകൾ, ഫൽയൽഇഖ് അസ്വാബിഅഹു, അവൻ സ്പൂൺ എന്ന് പറയും. മിൽഅഖ്, മിൽഅഖ് സ്പൂണാണ്. ലഅഖ എന്നുള്ള വാക്കെന്നാണ്. ലഅഖ അതിന് വരുന്ന വാക്കാണ് മിൽഅഖ്. മിൽഅഖ് എന്നത് സ്പൂൺ എന്നാണ് ആധുനിക ഭാഷയിൽ അതിനർത്ഥം. ഇപ്പൊ തിന്നാൻ ഉപയോഗിക്കുന്നതായതുകൊണ്ടാണ്, തിന്നാൻ ഉപയോഗിക്കുന്ന വസ്തു എന്നതൊക്കെയാണ് ആ വാക്ക്. മിൽഅഖ്, മിഫ്താഹ്, മിഫ്താഹ്, മിഫ്അല്, മിഫ്അല് എന്നുള്ളത് ആ രൂപത്തിൽ ഉപയോഗിക്കുന്ന പദമാണ്. മിഫ്അൽ അല്ലെങ്കിൽ മിഫ്ആൽ എന്ന രൂപത്തിൽ ഉപയോഗിച്ചാൽ ഏത് ഫെയിലേക്ക് ചേർത്താലും ആ ഫെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആയുധം എന്ന അർത്ഥമാണ്. ഇപ്പൊ ഫതഹ, തുറന്നു, മിഫ്താഹ്, മിഫ്താഹ് താക്കോൽ തുറക്കാൻ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് മിഫ്താഹ് എന്ന് അവിടെ ഉപയോഗിച്ചത്. അത് ആ വസ്നാണ് മിഫ്ആൽ അല്ലെങ്കിൽ മിഫ്അൽ എന്നുള്ളതൊക്കെ ഏത് ഫെയിലിലേക്ക് ചേർത്തി പറഞ്ഞാലും ആ ഫെയിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തു. മിക്കിയാൽ, കയ്യിൽ, മിക്കിയാൽ, മീസാൻ, വസന, തൂക്കി, മീസാന് തുലാസ്, തൂക്കാൻ ഉപയോഗിക്കുന്ന വസ്തു. അപ്പൊ ഏത് ഫെയിലിലേക്കും ഈ രൂപമെടുത്താൽ, മിഫ്ആൽ രൂപമെടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന അർത്ഥത്തിലാണ് സാധാരണ ഇത് ഉപയോഗിക്കുക. അപ്പൊ അതാണ് ഇവിടെ മിൽഅഖ്, ലഅഖ എന്ന് പറഞ്ഞാൽ നക്കുക, നക്കുക, ലഅഖ നക്കി, മിൽഅഖ്. അപ്പൊ ഇവിടെ ഫൽ യൽഇഖ്, അവൻ നക്കി തുടക്കട്ടെ, അസ്വാബിഅഹു, അവൻ്റെ വിരലുകൾ നക്കി അവൻ വൃത്തിയാക്കട്ടെ. അപ്പൊ കയ്യുമൊന്നാകെ ഭക്ഷണം ഉണ്ട്, അത് അതേപോലെ കൊണ്ടുപോയിട്ടാണ്ട് തുടച്ച് കളയുക അല്ലെങ്കിൽ കഴുകി കളയുക, അതല്ല വേണ്ടത്. ഭക്ഷണം കഴിച്ചാൽ വിരലൊക്കെ നന്നായി വായിട്ട് നക്കി ഈമ്പി അതിലുള്ള ഭക്ഷണ അവശിഷ്ടങ്ങൾ പോലും അവൻ്റെ വയറ്റിലേക്ക് എത്തണം. അതായത് ഭക്ഷണത്തിൻ്റെ ഒന്നും വേസ്റ്റ് ആയിക്കൂടാ. അത് തത്വപദാണ്. ഒരു ദുഃഖം താഴെ വീണാൽ പോലും അത് ഒഴിവാക്കരുത്. കയ്യിലെ വിരലുമ പറ്റി പിടിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ പോലും അത് ഒഴിവായി പോകരുത്. കാരണം ഭക്ഷണം ശരിക്കും മനുഷ്യന് ബറക്കത്താണ്.